ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതെല്ലാവർക്കും ഉപകാരപ്പെടും. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മൈ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അല്ലേ? അപ്പം എൻ്റെ ബുക്ക് മൈ ബുക്ക്, എൻ്റെ പേന മൈ പെൻ എന്ന് പറയാം, എൻ്റെ ബാഗ് മൈ ബാഗ്. എൻ്റേതാണ് എങ്ങനെ പറയും? മൈ മൈ. അപ്പം ഇതെൻ്റേതാണ് എങ്ങനെ പറയും? ഇറ്റ്സ് മൈൻ, ഇറ്റ്സ് മൈൻ. ഇതെൻ്റേതാണ്. യുവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്റെ. അപ്പം നിന്റെ ബാഗ് യുവർ ബാഗ്, നിന്റെ ബുക്ക് യുവർ ബുക്ക്, നിന്റെ പെൻസിൽ യുവർ പെൻസിൽ. ഓക്കെ, അപ്പോൾ ഇത് നിന്റേതാണ് എങ്ങനെ പറയും? ഇറ്റ്സ് യുവേഴ്സ്, ഇറ്റ്സ് യുവേഴ്സ്. ഇത് നിന്റേതാണ്. അവൻ്റെ എങ്ങനെ പറയാ? ഹിസ്, ഹിസ്. അവൻ്റെ ബുക്ക് ഹിസ് ബുക്ക്, അവൻ്റെ ബാഗ് ഹിസ് ബാഗ്, അവൻ്റെ പെൻസിൽ ഹിസ് പെൻസിൽ. ഇനി അവരുടെ എങ്ങനെ പറയണം? their, their. അവരുടെ ബാഗ് their ബാഗ്, അവരുടെ ബുക്ക് their ബുക്ക്, അവരുടെ പെൻസിൽ their പെൻസിൽ. നെക്സ്റ്റ് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിക്കാം. ഞാൻ എങ്ങനെ പറയും? ഐ അല്ലേ? അപ്പൊ ഞാൻ എഴുതുന്നു ഐ റൈറ്റ്, ഐ റൈറ്റ്. എന്തുകൊണ്ടാണ് എസ് വെക്കാത്തത്? റൈറ്റ്സ് എന്ന് പറയാത്ത എന്താ? നിങ്ങൾക്കറിയാം, ഐ യു ദേ, ഇവരുടെ കൂടെ നമ്മൾ വെർബിന്റെ ഒപ്പം എസ് വെക്കാൻ പാടില്ല. ഐ റൈറ്റ്, ഞാൻ എഴുതുന്നു. നീ എഴുതുന്നു യു റൈറ്റ്, യു റൈറ്റ്. അവർ എഴുതുന്നു എന്നാണെങ്കിലോ? ദേ റൈറ്റ്, ദേ റൈറ്റ്. ഇനി അവൾ എഴുതുന്നു ഷീ റൈറ്റ്സ്, ഷീ റൈറ്റ്സ്. എന്തുകൊണ്ടാണ് എസ് വെച്ചത്? ഷീ സിംഗുലർ ആണ് അല്ലേ? അവൻ എഴുതുന്നു ഹി റൈറ്റ്സ്, ഹി റൈറ്റ്സ്. അവർ എഴുതുന്നു ദേ റൈറ്റ്, ദേ റൈറ്റ്. മനസ്സിലായല്ലോ? Hope you like this video. If so, please subscribe and share my channel. Thank you for watching.